നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് വലിയതുറ പാലം അത് തകർന്നു കിടക്കുകയാണ്. അത് ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാലം ആര് ജയിച്ചാലും ആ ഒരു പാലം ഞങ്ങൾക്ക് പുനർനിർമ്മിച്ച് നൽകണം, അത് വലിയൊരു ആശ്വാസമായിരിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം പ്രതികരിക്കുന്നു. ഒരു വശത്ത് മാത്രമല്ല, ഇതുവരെ വിജയിച്ചു പോയ ആരും അവർക്ക് ആ ഒരു വിഷയത്തിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. ഈ വിഷയത്തിൽ വലിയതുറ പാലത്തിന്റെ വിഷയത്തിൽ നിർണായകമായ പ്രതികരണവുമായി മേയർ വി രാജേഷ് മലയാളി വാർത്തയോട് പ്രതികരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കും മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾ ആ വലിയതുറ പാലത്തെക്കുറിച്ച് അതിന്റെ അവസ്ഥയെക്കുറിച്ച് മലയാളി വാർത്തയോട് പ്രതികരിച്ച പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യം മേയറുടെ പ്രതികരണത്തിലേക്ക്. അത് ചെയ്യേണ്ട സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാർ ചെയ്യാൻ വേണ്ടി അവരിതുവരെ ജയിപ്പിച്ച LDF UDF അവിടെയുള്ളവർ മാറി ജയിപ്പിച്ചല്ലോ. അവരെല്ലാവരും ചതിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു, വഞ്ചിക്കുകയായിരുന്നു. ഞങ്ങൾ കോർപ്പറേഷൻ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഏറ്റവും ആശ്വാസം നൽകുന്ന പതിറ്റാണ്ടുകളോളം അവരുടെ ആവശ്യമായിരുന്ന കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ നിർമ്മാണം മുന്നോട്ട് പോകും. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലാണല്ലോ വരുന്നത്, അസംബ്ലി നിയോജക മണ്ഡലത്തിലാണല്ലോ ഈ പറഞ്ഞ പ്രദേശം വരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു MLA ജയിച്ചു വരുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്ന പരിഗണനകളൊന്നും അതായിരിക്കും. തിരുവനന്തപുരത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി MP ആയിട്ട് കഴിഞ്ഞ തവണ ജയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ പരിഗണിക്കുവാൻ നിശ്ചയിച്ചിരുന്നൊരു പദ്ധതി അതാണ്. അല്ല, ഒരു MLAക്ക് ചെയ്യാൻ പറ്റുന്ന MLAക്കല്ലേ പറ്റുള്ളൂ. ഒരു MLAക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത് കോർപ്പറേഷൻ അല്ല അവിടെ പാലം പണിയേണ്ടത്. ഒരു MLAക്ക് നടപ്പിലാക്കാൻ പറ്റുന്നത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. MLA ജയിക്കണം. ഈ പാലവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്താണ് പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോ നമുക്ക് അറിയത്തില്ല അതിനെ കുറിച്ച്. ഇതുവരെ ഒന്നും ആയിട്ടില്ല അതില്. ചേട്ടാ, ഈ വലിയതുറ പാലം മത്സ്യത്തൊഴിലാളികൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ടോ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഇതിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ആ ബുദ്ധിമുട്ട് എന്താണ്? നമുക്ക് ഇവിടെ നിന്ന് കടലിൽ നിന്നിപ്പോ ഇതിലാണ് നമ്മൾ പോകുന്നത്. പോകുമ്പോ ഇഞ്ചിലിരിക്കുന്ന ആൾക്കാർ മാത്രമേ പോകത്തുള്ളൂ, മറ്റുള്ള ആൾക്കാരും പോകത്തില്ല. അപ്പൊ നമ്മൾ ഇതിലേക്ക് കയറി അതൊന്നും വെള്ളത്തിൽ ചാടിയാണ് വള്ളത്തിൽ കയറി പോകേണ്ടത്. പോയാലുള്ള പ്രശ്നം എന്താണ്? ഇത് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് പിന്നെ ഇപ്പം പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു 2 വർഷത്തിൽ പോകാൻ ശേഷം നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ നമ്മള് ഇവിടുന്ന് വള്ളം ഇറക്കി വിട്ട് പോയിട്ട് നമ്മള് എല്ലാരും കൂടെ ഇതിൽ നടന്നിട്ട് ചാടിയാണ് വള്ളത്തിൽ കയറി പോകുന്നത്. ഇപ്പൊ അങ്ങനൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഇവിടെ നിന്ന് വെട്ടുകാടിലേക്ക് പോകണമെങ്കിൽ ഇപ്പൊ ബസ്സിൽ പോകേണ്ട അവസ്ഥ അല്ലേ? വെട്ടുകാട് ബസ്സില്ല ഇവിടെ. ശംഖുവത്ത് ഇറങ്ങി ശംഖുവത്ത് വെട്ടുകാട്. അങ്ങനെ ഒരു പ്രശ്നം അവിടെ വെട്ടുകാടുള്ളവർ ഉണ്ട്. ശരിക്കും പ്രശ്നം ബാധിക്കുന്നു. ഇവിടെ ഉള്ള എല്ലാവർക്കും ബാധിക്കുന്നു. എല്ലാം പണ്ട് വെട്ടുകാടുള്ള ആൾക്കാർ വരെ ഇവിടെ നിന്ന് പണിക്ക് പോകും. അങ്ങനെ നമുക്ക് പറ്റത്തില്ല. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലമാണ്. ഇപ്പൊ എത്ര കാലമായിട്ടാണ് ഈ 2 വർഷം ഇത് ഒടിഞ്ഞു പോയി. ഈ 2 വർഷത്തിനിടയിൽ നിങ്ങൾ പരാതിപ്പെടുന്നുണ്ട്? നമ്മൾ ആരും പരാതി പറയാൻ വേണ്ടി ആരും വരുന്ന നോക്കിയാൽ നമ്മൾ ആരും ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല പരാതി ഉണ്ടെന്ന്. പരാതി അങ്ങനെ ആരും ചോദിക്കാൻ നമ്മൾ പറയുന്നില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്ഥാനാർത്ഥികളൊക്കെ വരും, അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരൊന്നും പറയത്തില്ല. അവര് പോയെന്ന് പോകുന്ന തന്നെ, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അറിയാല്ലേ, ഈ 2 വർഷത്തിനിടയിൽ ഒരുപാട് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, സ്ഥാനാർത്ഥിയിലൂടെ വന്നിട്ടുണ്ട്, അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ആരും ഇതുവരെ ഒരു പരിഹാരം കണ്ടിട്ടില്ല. വോട്ട് മാത്രം മതിയല്ല, അവരവരെ കാര്യങ്ങൾ പോകും. ഈ പാലത്തിന്റെ പുനർനിർമ്മാണം വേണം എന്നുള്ളത് നിങ്ങളൊരു ആവശ്യമല്ലേ? ആവശ്യമായിട്ട് ആരടുത്ത് പറയാൻ വേണ്ടിയില്ല. സ്ഥാനാർത്ഥിമാരെ അവരെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിട്ട് വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോകും. ഈ മത്സ്യത്തൊഴിലാളി ഇരിക്കുകയാണ്. ഇവർ ഈ പാലം കൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അത് ഇല്ലാതാക്കിയിട്ട് അവരെ കാര്യങ്ങൾ നോക്കി പോവുകയാണ്. അവരെന്ത് ഇലക്ഷൻ ജയിച്ചോണം അവരവരെ കാര്യം നോക്കും. പിന്നെ 5 വർഷം കഴിഞ്ഞാൽ വന്ന് പറയും പാലം കെട്ടിത്തരാം, വേണമെങ്കിൽ പാലം ചെയ്തു തരാം, എല്ലാ പിണ്ണാക്ക് പറഞ്ഞിട്ട് പോകും. അവരവരെ കാര്യം നോക്കി പോകണം. ഈ നാട്ടിൽ എന്തിനു നമ്മൾ ജീവിക്കാനുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ തവണത്തെ ഒരു ഇലക്ഷൻ പറയുന്നത് പോലെ സ്ഥാനാർത്ഥികളൊക്കെ വരുമല്ലോ. അപ്പൊ അവരുടെ മുന്നിലേക്കും ഇതേ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവര് പരിഹരിക്കപ്പെടാം എന്ന് പറഞ്ഞിട്ട് പോകണമല്ലാതെ അതിനകത്ത് ഒരു നീക്കുപോക്ക് നടന്നിട്ടില്ല. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ പാർട്ടിക്കാര് എല്ലാ പാർട്ടിക്കാരും ഒരാള് മുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ മറ്റേ പാർട്ടിക്കാർ പാല വെച്ച് അത് ഇല്ലാതാക്കും. കാരണം പേരും പ്രശസ്തി പാവപ്പെട്ട ജനങ്ങളാണ്. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്യും? ഓരോരുത്തരും വരുമ്പോ ഇവര് സഹായിക്കുമെന്ന് പറഞ്ഞ് അവരെ പിറകെ പോകും. അവര് സഹായിക്കുന്ന വാക്ക് കൊടുത്തിട്ട് പോകും. പക്ഷെ അത് നടപ്പിലാകുന്നില്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധം അല്ലെങ്കിൽ കൂട്ടത്തോടെ ഒരു പരാതി അങ്ങനെയൊന്നൊരു നീക്കം ഉണ്ടായിട്ടില്ല? അങ്ങനെ നീക്കം ഉണ്ടാക്കാൻ അതിന് സഹകരിക്കാൻ കുറച്ചു പേരാണെങ്കിൽ അതിനെ പിന്തിരിപ്പിക്കാൻ മറ്റുള്ള പാർട്ടിക്കാരുണ്ട്. ഇപ്പൊ എന്താണ് ഈ പാലത്തിന്റെ ഒരു ഗതി, ഒരു യഥാർത്ഥ അവസ്ഥ എന്താണ്? ഇതിപ്പോ കാണാമല്ലോ. തീർച്ചയായിട്ടും ഇതിനൊക്കെ മുമ്പേ ചില പാർട്ടിക്കാർ വന്ന് എല്ലാം കൊണ്ട് വന്നതാണ്. പക്ഷെ അത് മറ്റുള്ളവർ അത് കുത്തിത്തിരിച്ചുണ്ടാക്കി അതിനെ ഇല്ലാതാക്കി.
അപ്പം ബുദ്ധിമുട്ടുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. മത്സ്യത്തൊഴിലാളി വലിയ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു നിത്യജീവിതത്തിലല്ലേ നമ്മള് തൊഴിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രയിക്കുന്ന ഒരിടം കൂടിയാണ്. അപ്പോ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം അല്ലെ? അതെ, തീർച്ചയായിട്ടും അതുണ്ടായാലേ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ഇവിടെ കപ്പലൊക്കെ വന്നുള്ള സ്ഥലങ്ങളാണ്, നമ്മളെ കൊച്ചു പതിലെ കപ്പലൊക്കെ വന്നുള്ള സ്ഥലമാണ്. അപ്പൊ ഇത് ആരും തിരിഞ്ഞു നോക്കേണ്ടത് ഇത്ര അവസ്ഥയിലായത് പാർട്ടിക്കാരനെ തന്നെ ചെയ്ത് പാർട്ടിക്കാരെ ഓരോ ടീമുകൾ നമ്മളെ പറ്റുവറ ഇങ്ങനെ ഇല്ലാണ്ടാക്കി. സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവര് ഇതാണ് ഇലക്ഷൻ സമയത്ത് അവർ പള്ളിയിൽ വന്ന് അവരെല്ലാം വാഗ്ദാനം ചെയ്തിട്ട് പോയതാണ്. എന്നിട്ട് ഇതൊന്നും നടന്നില്ല. അപ്പൊ അതിനുശേഷം നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു പരാതി അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ അങ്ങനെ നമുക്ക് അതിനുള്ള ഒരു ആള് നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങള് കടലിൽ പോകുന്നവർക്ക് ഒരാളെ സഹായിക്കാനുള്ള ഒരു ടീമാരും ഇല്ല നമുക്ക്. നമ്മൾ ആരുടെ പറയണമെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കിത് ആരുടെ പറയാൻ വേണ്ടി നിങ്ങളെ ചോദ്യം നമ്മൾ വല്ലതും പറഞ്ഞാലേ ഉള്ളൂ, അല്ലാണ്ട് നമുക്കിത് ആരുടെ പറയണമെന്ന് നമുക്ക് അറിയത്തില്ല. ഈ പാലം പരിഹരിക്കപ്പെട്ട ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട എന്തൊക്കെ നേട്ടങ്ങളാണുള്ളത്? അതൊന്ന് നമുക്ക് ഇവിടെ പരിഹരിക്കപ്പെട്ട ഒരുപാട് നന്നാകും. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് പേര് ഇനി മുന്നോട്ട് പോയാൽ നമുക്ക് കുറെ ഇതൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. വള്ളവും കാര്യങ്ങളും ഒരുപാട് കൂട്ടി നമുക്ക് പണിക്കെല്ലാം പോകാൻ പറ്റും. ഇപ്പൊ ഇതില്ലാത്തതുകൊണ്ട് ഒരുപാട് വള്ളങ്ങൾ എടുക്കുന്നില്ല. പണിക്ക് പോകാനുള്ള അതിനുള്ള ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. നിലവിൽ നിങ്ങൾ ബദൽ മാർഗമായിട്ട് എന്താണ് ഇപ്പൊ ഇത് ഇങ്ങനെ തകർന്നു കിടക്കുന്നുണ്ടും എന്തെങ്കിലും പരിഹാര മാർഗമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇവിടെ നമ്മൾ പോകുന്ന വിഴിഞ്ഞത്തെ പോകാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും തിരഞ്ഞെടുപ്പ് ശക്തമാണല്ലോ, തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ശക്തമാണല്ലോ. അപ്പൊ ഇനി ആര് വന്നാലായിരിക്കും ഇതിനൊരു മാറ്റം ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നത്? നമുക്ക് അങ്ങനെ പ്രതീക്ഷയില്ല. ഒരു പാർട്ടിയെ നമുക്ക് പ്രതീക്ഷയില്ല. ഇവിടെ കോൺഗ്രസ് നമ്മൾ 60 വർഷം കൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ നമുക്കൊന്നും ചെയ്തില്ല. ആരും ഒന്ന് അന്തർ ചെയ്യാൻ നമ്മൾ ആൾക്കാർക്കുള്ള ഒരു ഒറ്റ പരിപാടികൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇത് മാത്രമേ നമ്മളെ ഇവിടുത്തെ കടപ്പുറക്കാർക്ക് ആ ഒരു ഇതേ ഉള്ളൂ. വേറെ നമുക്ക് ഒരു ഇതേയില്ല. ഇപ്പൊ എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ നടക്കുകയാണ്. സ്ഥാനാർത്ഥികളൊക്കെ അറിയാലോ. അപ്പോ ആര് വന്നാലായിരിക്കും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നത്? ആര് വന്നാലും മാറ്റം വരുന്നില്ല. വരുന്നവരെ വന്നിട്ട് ഇവിടെ മാറ്റം മാത്രം മതി. ഏത് പാർട്ടി ജയിക്കുന്നു തോക്കുന്നു അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അവര് വരുന്നവര് വന്നിട്ട് മാറ്റം എടുത്ത അടുത്തൊരു ഇലക്ഷൻ വരുമ്പോ അവർക്ക് വേണ്ടി നിൽക്കും. അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ല. ഇത് ചെയ്ത് തന്ന അത് അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ ഇതിനു മുമ്പേ ഒരു ചെയ്ത് കാണിക്കണം. ഈ കടപ്പുറം ഇല്ല, ഒന്നുമില്ല. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ എവിടെ കൊണ്ട് വള്ളങ്ങളും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അവരവരെ ഇലക്ഷൻ ചെയ്യുന്ന അവരെ കാര്യങ്ങൾ നോക്കി പോകും. വേണമെങ്കിൽ ഒരു 10 ദിവസം വേണമെങ്കിൽ വന്നിട്ട് അവരെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകും. ബാക്കിയുള്ള ഈ മത്സ്യത്തൊഴിലാളികൾ എന്തിനു ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് അന്നം തരുന്ന ഈ കടൽ മാത്രമാണ്. ഈ തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ച് വലിയൊരു ഭാഗം തീരദേശമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ എല്ലാ സ്ഥാനാർത്ഥികളും പ്രധാനമായിട്ടും ഒരു മാറ്റം വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം കൊടുക്കാനുള്ളതും നിങ്ങൾക്ക് തന്നെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. തീരദേശ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുപാട് പദ്ധതികൾ അവർ തയ്യാറാക്കുന്നു എന്നാണ് BJP ആണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും അവകാശപ്പെടുന്നത്. അത്തരം പദ്ധതികളോ അങ്ങനെ എന്തെങ്കിലും സൂചനകളോ ലഭിച്ചിട്ടുണ്ട്? ഞാനും പക്ക LDF ആണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അങ്ങനെ വാഗ്ദാനങ്ങൾ തരുന്നവരാണെങ്കിൽ മുൻകൂട്ടി വാഗ്ദാനങ്ങൾ ചെയ്തതിനു ശേഷം അവർ നിന്നിരുന്നെങ്കിൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കും.